അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ ഇങ്ങനെ ആക്കലുണ്ടല്ലേ അറിയാതെ. ശരിക്കും അങ്ങനെ ആ ഒരു സംഭവം ഇല്ല. ശരിക്കും നമ്മൾ അത്തഹിയാത്ത് ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ നിങ്ങൾക്കല്ലേ ഇങ്ങനെ പോണ്ട. എന്ത് ചെയ്താൽ മതി? നേരെ ഷോൾഡർ തിരിയരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മുഖമാണ് തിരിയുക. നേരെ വന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മുടെ ഇടത്തെ കവിള് അവിടത്തെ ഒരു കാണും. ആദ്യത്തെ സലാമി വലത്തെ കവിള് ബാക്കിൽ ഒരു കാണാൻ പറ്റണം. ബാക്കിൽ ആളുണ്ടെങ്കിൽ ആളെ നിർത്തൽ നിർബന്ധമൊന്നുമില്ല. കവിള് അങ്ങനെ കാണണം. ഷോൾഡർ എങ്ങനെ ആവരുത്? ഇങ്ങനെ പോവരുത്. ഇങ്ങനെയല്ല സലാം. ഷോൾഡർ അനങ്ങരുത്. ഷോൾഡർ അനങ്ങാതെ സലാം നോക്കി വലത്തോട്ടും എടുത്തോട്ടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പിന്നെ നേരെ വെക്കുക. പിന്നെ ഇടത്തോട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഷോൾഡർ ഇങ്ങനെ അങ്ങാൻ പോകുന്നുണ്ടോ? നമ്മൾ ശീലിച്ചിട്ട് എങ്ങനെ ആയിപ്പോവും. ഷോൾഡർ മൂവ് ആവരുത്. അതുപോലെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ കഅബയിലേക്ക് നമ്മൾ മുഴുവൻ ശരീരവും കഅബയിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിരിക്കുക. കാലെന്ത് ചെയ്യണം? നേരെ കിബിലയിലേക്ക് വരണം. ചില ആളുകൾ അറിയാതെ കാല് ചില അങ്ങനെ ആയിപ്പോയതുണ്ട്. ഇങ്ങനെ ആയിപ്പോവും. കാലിന്റെ വിരലുകൾ കിബിലയിലേക്ക് വരണം. അങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ എന്ന കയ്യും കാലൊക്കെ നേരെയാവും. നിസ്കാരത്തിൽ ഖുശൂഅ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിസ്കാരത്തിൽ ഖുശൂഅ് വരാൻ വദ്ഉൽ യദിൽ യുംന അലാ കൂഇ ശിമാൽ. ഇടത് കൈയിന്റെ കൂഅ് എന്ന് പറഞ്ഞാൽ ഈ റിസ്റ്റിനാണ് കൂഅ് എന്ന് പറയുക. രണ്ട് എല്ല് കാണുന്നില്ല, ഒന്ന് പിടിച്ചു നോക്കി. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ പരിഹാരം കാണേണ്ടി വരും അല്ലേ? അതിനാണ് കൂഅ് എന്ന് പറയാ. കൂഅ്, കാഫ് വാവ് ഐന്, കൂഅ്. ഈ കൂഇൽ പിടിക്കുക. മുസ്തമാര് മണിബന്ധം എന്ന് പറയും. ഇതൊരു മണിയാണ്, ഒരു ബോള് പോലെ തോന്നും അല്ലേ? അവിടെ പിടിക്കുക. ഈ രണ്ട് വിരലും ഉണ്ട്. നമ്മൾ ചെറിയ വിരലും തമ്പ് കൊണ്ട് അങ്ങനെ പിടിക്കുക. ഇത് മൂന്ന് വിരൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഖൽബിൻ്റെ നേരെ താഴെ വെക്കുക. ഹൃദയം ഇടത്തോട്ട് ചേരിയിട്ടാണ്. ഒരുപാട് ഇങ്ങനെ വെക്കണ്ട. നേരെ സെൻട്രൽ ഇങ്ങനെയല്ല, ഒരൽപ്പം ഇടത്തോട്ട് മാറിയിട്ട് ഇങ്ങനെ വെക്കുമ്പോഴാണ് അത് അച്ചടക്കത്തിലാവുള്ളൂ. കൈ ഇങ്ങനെയല്ല, കാണുന്നില്ല, ഇങ്ങനെയല്ല. ഈ മൂന്ന് വിരല് നേരെ, ഈ രണ്ട് വിരലും ഇങ്ങനെ പിടിച്ചിട്ട് മൂന്ന് വിരൽ ഇങ്ങനെ നേരെ. കറക്റ്റായില്ലേ? ഇവിടെ ഹോൾഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ അടങ്ങി നിന്നോളൂ അവിടെ. അങ്ങനെയാണ് നിൽക്കേണ്ടത്. ഒന്ന് വന്നദുറു ഇലാ മൗദിഇ സുജൂദിഹി. പിന്നെ നോക്കുന്നത് സുജൂദിന്റെ സ്ഥാനത്തേക്കാവണം. വഅദമു റഫ്ഉ ബസ്വരിഹി ഇല സമാ. സീലിംഗിലേക്ക് നോക്കരുത്. പള്ളിയുടെ നിസ്കരിക്കുന്ന സമയത്തെ മേലോട്ട് നോക്കരുത്. വഅദമുൽ ഇൽതിഫാതി യമീനൻ ഔ ശിമാലൻ. വലത്തോട്ടോ ഇടത്തോട്ടോ ഒന്നും നോക്കരുത്. നമ്മുടെ തൊട്ടടുത്തൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലേക്ക് ഒരു മനുഷ്യൻ കയറി നിന്നു. ആ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കെ ഐഡന്റിഫൈ ചെയ്താൽ നിങ്ങളുടെ ഖുശൂഅ് നഷ്ടപ്പെട്ടു എന്നാണ്. നിങ്ങളടുത്ത് വന്ന ഒരാൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു. കാരണം നിങ്ങൾ നിസ്കാരത്തിനാണ്. അത് ഗ്യാപ്പ് ചെയ്യുന്നൊരു ഗ്യാപ്പ് ചെയ്യണം. അത് ഫില്ല് ചെയ്യേണ്ട ഒരു ഫില്ല് ചെയ്യണം. അത് നിങ്ങളുടെ നൺ ഓഫ് യുവർ ബിസിനസ്. യു ഷുഡ് ബി കോൺസെൻട്രേറ്റിംഗ് റാദർ ഇൻ യുവർ സലാ. അപ്പം നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺസെൻട്രേഷൻ പോയി അവിടെ. വഅദമുൽ ഹറകത്തി വൽ അബസി വൽ ഇശ്തിഗാൽ ബിൽ മലാബിസി വഗൈരിഹ. ഡ്രസ്സിലോ വസ്ത്രത്തിലോ വാച്ചുമലോ മോണമലോ ഒന്നും എന്ത് ചെയ്യരുത്? ശ്രദ്ധ പോകരുത്. വഅദമു ഫർഖഅത്തിൽ അസ്വാബിഇ ഔ തശ്ബീകിഹ. കൈ പൊട്ടിക്കരുത്, വിരൽ പൊട്ടിക്കരുത് സ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഫകുല്ലു ഹാദാ യുനാഫിൽ ഖുശൂഅ്. അതൊക്കെ ഖുശൂഇന് വിരുദ്ധമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, പുണ്യനബി തങ്ങളുടെ എളാപ്പയുടെ മോനാണ്, ഖുർആൻ മുഫസ്സിരീങ്ങളുടെ നേതാവ്. റക്അഅതാനി ഫീ തഫക്കുരിൻ. അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുന്ന 2 റക്അത്ത് ഖൈറും മിൻ ഖിയാമി ലൈലത്തിൻ വൽ ഖൽബു സാഹിൻ. മനസ്സുകൊണ്ട് ശ്രദ്ധയില്ലാതെ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്ന നിസ്കാരങ്ങളെക്കാളൊക്കെ നിങ്ങൾ 2 റക്അത്ത് അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് നിസ്കരിക്കുന്നതായിരിക്കും ഖൈറ്. മറ്റേ നിങ്ങൾ നിസ്കരിച്ചു, രാത്രി നിസ്കരിച്ചു. ആ നിസ്കാരത്തിൻ്റെ ഉള്ളിൽ ഒരു പക്ഷേ പിശാച് കയറി വരും. പൈശാചികമായ ചിന്തകൾ വരും. പകപോക്കുന്നതിനെ കുറിച്ചും വൈരാഗ്യം തീർക്കുന്നതിനെ കുറിച്ചും വരെ ചിന്ത വരും. അങ്ങനെയുള്ള ചിന്തകൾ വന്ന് നിങ്ങൾ രാത്രി നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കാളും വൽ ഖൽബു ലാഹിൻ, ഹൃദയം വളരെ അശ്രദ്ധമാണ്,
അങ്ങനെ നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കാളും ഖൈർ 2 റക്അത്ത് ഫീ തഫക്കുരിൻ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നിസ്കരിക്കലാണ്. ഇന്നല്ലാഹ യൻസബു വജ്ഹഹു ലിഅബ്ദിഹി ഫീ സ്വലാത്തി. ഇത് വല്ലാത്തൊരു ഹദീസാണ്, മുഅ്മിനീങ്ങളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇന്നല്ലാഹ യൻസബു വജ്ഹഹു ലിവജ്ഹി അബ്ദി. അല്ലാഹു റബ്ബിന്റെ വജ്ഹ് നിസ്കരിക്കുന്നവന്റെ മുഖത്തേക്ക് അല്ലാഹു തിരിക്കും. കോടിക്കണക്കിന് ആളുകൾക്ക് അല്ലാഹുവിന്റെ വജ്ഹ് തിരിക്കാൻ അല്ലാഹു കഴിയും. ഒരേ സമയം നമുക്ക് ഒരു സമയം ഒരാളുടെ നേരെ നിൽക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഒരാൾക്ക് നേരെ ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നേരെ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു ആൾക്കൂട്ടത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അള്ളാഹുവിന്റെ വജ്ഹ് നിസ്കരിക്കുന്ന ആളുടെ മുഖത്തേക്ക് അള്ളാഹു തിരിച്ചു വെക്കും. ഫീ സ്വലാത്തിഹി, അവൻ നിസ്കരിക്കുമ്പോ മാലം യൽതഫിത്, ആ മനുഷ്യൻ മുഖം തിരിക്കുന്നത് വരെ. ശരിക്കും മുഖം തിരിക്കുക എന്ന് പറഞ്ഞാൽ സലാം പറയുമ്പോഴാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാം. അപ്പോഴേക്കും അള്ളാഹുവിന്റെ വജ്ഹും തിരിക്കും. അതുവരെ നിങ്ങൾ പറയുന്നതിലേക്ക് അള്ളാഹു ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട നിങ്ങളുടെ ഒരു മാനേജർ, നിങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരാൾ നിങ്ങളുടെ മുമ്പിൽ കാര്യം പറയുമ്പോൾ അദ്ദേഹം ശരിക്കും ഇങ്ങനെ കൗതുകത്തോടെ ശ്രദ്ധിച്ച് കേൾക്കുന്നു. എന്നാൽ ഞാൻ പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറയുന്ന പോലെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയാണ് അള്ളാഹു. നിങ്ങൾ മുഖം തിരിക്കുമ്പോഴേ അള്ളാഹു മുഖം തിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് മീറ്റിംഗ് സ്റ്റാർട്ടായി എന്നാണ് ഈ പറയുന്നത്. ക്ലോക്ക് ഈസ് റണ്ണിങ്, നിങ്ങളുടെ മീറ്റിംഗ് സ്റ്റാർട്ടായി കഴിഞ്ഞു. ഇനി ഒഫീഷ്യൽ ടൈമാണ്. ഈ ഒഫീഷ്യൽ ടൈമിനിടയിൽ അൺനെസറി തോട്ട്സുകൾ കൊണ്ടുവരരുത്. മനസ്സിനെ ഏകാഗ്രതമായി കൊണ്ടുവരാ. അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അറബി അറിയുന്നവർ മുഴുവൻ ചൊല്ലുന്നതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അറബി അറിയാത്തവരാണെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ മുമ്പിലാണ് എന്ന ഓർമ്മ ഉണ്ടാവുക. പിന്നെ പുണ്യനബി ഞങ്ങൾ പറഞ്ഞ മറ്റൊരു സംഭവമുണ്ട്. സ്വലാത്തൽ മുവദ്ദിഅ. അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കുമ്പോൾ ഈ ലോകത്തോട് യാത്ര ചോദിക്കുന്ന നിസ്കാരമാണ് നിങ്ങൾ നിസ്കരിക്കുന്നത് എന്ന് ഓർമ്മ ഉണ്ടാവുക. ഇനിയൊരു നിസ്കാരത്തിന് ഉണ്ടാവില്ല. ഇനിയൊരു നിസ്കാരത്തിന് ഞാൻ ഉണ്ടാവില്ല. ഞാൻ ഇശാ നിസ്കരിച്ചു, സുബഹിക്ക് ഞാൻ ഔട്ടായിട്ടുണ്ടാവും. സുബഹി നിസ്കരിച്ചു, ദുഹറിന് ഞാൻ അവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല, ഞാൻ മരിച്ചു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഓരോ നിസ്കാരവും അവസാനത്തേതാണ്. അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് ചെയ്യും. അള്ളാഹുവിൻ്റെ വലിയൊരു ഹിക്മത്താണ്. മരണം എപ്പോഴാണെന്ന് അള്ളാഹു അറിയിച്ചു തന്നില്ല. മരണം ഒരാൾക്കറിയും, നീ മരിക്കണത് 72-ലാണ്. അപ്പോൾ 71.75 കുരുത്തക്കേട് കളിച്ചിട്ട് 72-ന്റെ ലാസ്റ്റിലും തൗബ ചെയ്താൽ മതിയല്ലോ, അള്ളാഹ് തൗബ സ്വീകരിക്കുമല്ലോ. അങ്ങനെ ജീവിക്കും. അള്ളാഹു തആല അതിനൊരവസരം തന്നിട്ടില്ല. സമയം അറിയിച്ചു തന്നിരുന്നെങ്കിൽ മനുഷ്യൻ അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് അൺനോൺ, ആർക്കും അറിയില്ല എപ്പോഴാണെന്ന്. എപ്പോഴും റെഡിയാണ്. അതുകൊണ്ട് റബ്ബേ, ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണ്. സ്വലാത്തൽ മുവദ്ദിഅ. ദുനിയാവിനോട് യാത്ര ചോദിക്കുന്ന അവസാനത്തെ നിസ്കാരമാണ്. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിനെ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അന്ന് മുസ്ലിമല്ല, മഹാനവറുകൾ അന്ന് തൂക്കിലേറ്റുമ്പോൾ ഹുബൈബ് തങ്ങൾ ചോദിച്ചു, 2 റക്അത്ത് നിസ്കരിക്കട്ടെ എന്ന്. ചരിത്രം അറിയാലോ. അങ്ങനെ നിസ്കരിച്ചു. ഹുവല്ലദി ഹുവ അവ്വലു മൻ സന്ന റക്അത്തൈനി. എന്താണ് സബ്റൻ? സബ്റൻ ഒരു മനുഷ്യനെ ജയിലിലിട്ടിട്ട് ലോക്ക് ചെയ്തിട്ട് കൊല്ലുക എന്നാണ്. അങ്ങനെ സബ്റൻ ഒരു മനുഷ്യൻ അറസ്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ ഒരു മനുഷ്യൻ മരണത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ, മരണത്തിൻ്റെ മുമ്പ് തൂക്കിലേറ്റുകയാണെങ്കിൽ അതിൻ്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട് എന്ന നിസ്കാരം കൊണ്ടുവന്നത് ഹുബൈബ് എന്നവരാണ്. ഞങ്ങളുടെ ഒരു ഹദീസിലും കാണാൻ പറ്റൂല തൂക്കിക്കൊല്ലാൻ പോവുകയാണെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ചോളി, അങ്ങനെയല്ല. പക്ഷെ അത് കൊണ്ടുവന്നാരാ? ഹുബൈബ് തങ്ങളാണ്. മറ്റു കുഴപ്പമില്ല, അസ്ഹാബുകളാണ്, മുശർരിഈങ്ങളാണ്. റസൂലുള്ളാഹി തങ്ങളുടെ കൺമുമ്പിലാണ് ഇതൊക്കെ നടക്കുന്നത്. തങ്ങൾ അന്ന് ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ തങ്ങൾ ഹെൽപ്ലെസ്സായിരുന്നു. തങ്ങൾ മക്കക്കാർ തങ്ങൾക്കെതിരായിരുന്നുവെന്ന് ഹുബൈബ് എന്നവരെ നിസ്കാരം വീട്ടിയിട്ട് ഒരു ഡയലോഗും കൂടെ പറഞ്ഞു. അത് മനോഹരമാണ്. ഒരു കവിത ചൊല്ലി, അതിലും വലിയ അത്ഭുതമാണ്. പേടിക്കുമാർക്കും കവിത എല്ലാം പറ്റും. മരിക്കാൻ പോവാണ്. വളരെ മനോഹരമായ വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമാ അലാ കുല്ലി വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമാ على أي شق كان لله مصرعي
وذلك في ذات الإله وإن يشأ يبارك على أوصال السلم ممزع. നല്ല കട്ടിയുള്ള വാക്കുകളാണത്. അറബ് സാഹിത്യം ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന വരികളാണ്. അതും പ്രാസൊപ്പിച്ചിട്ടാണ്. വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമ അലാ അയ് ശിഖ്ഖിൻ കാന ലില്ലാഹി മസ്റഇ. ഐന അവസാനിക്കുന്നത്. ഞാൻ എങ്ങനെ എന്നെ കൊന്നാലും എനിക്ക് പ്രശ്നം, ഞാൻ മുസ്ലിമാണല്ലോ, എനിക്ക് എന്താ പ്രശ്നം? وذلك في ذات الإله وإن يشاء يبارك على أوصال شلو ممزع. അള്ളാഹ്ക്ക് വേണ്ടിയല്ല ഇനി എന്നെ കൊന്നു കളഞ്ഞിട്ട് എന്നെ കഷ്ണാക്കി എന്ന് വിചാരിക്കുക. എൻ്റെ ഓരോ മുറിക്കപ്പെടുന്ന കഷ്ണങ്ങൾക്കും ബർക്കത്ത് തരാൻ അള്ളാഹ്ക്ക് കഴിയുമല്ലോ. അത് എനിക്ക് പ്രശ്നമല്ല. എന്നിട്ട് പറഞ്ഞു, മഹാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഈ നിസ്കാരം എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ കുറച്ച് നീട്ടി നിസ്കരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾ പറയും മരിക്കാൻ പേടിയായിട്ട് നീട്ടി നിസ്കരിച്ചതാണെന്ന്, അതുകൊണ്ട് ഞാൻ ചുരുക്കിയതാട്ടോ. മാഷാ അല്ലാഹ്. അതാണ് ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു സ്വല്ലി സ്വലാത്തൽ മുവദ്ദിഅ. ദുനിയാവിനോട് യാത്ര ചോദിക്കുന്ന നിസ്കാരം നിസ്കരിക്കുക. ഏത് ബോധമില്ലാത്ത മനുഷ്യന് നിസ്കാരത്തിൽ ബോധം വരും. ദിസ് ഈസ് യുവർ ലാസ്റ്റ് സ്വലാ. അതുകൊണ്ട് പെർഫെക്റ്റായിട്ട് ചെയ്തോ, പോവാണ്. അതാണ് ഏറ്റവും വലിയ മരുന്ന്. നിസ്കാരത്തിൽ ശ്രദ്ധ വരാൻ ഹബീബിൻ്റെ ഈ ഒരൊറ്റ ഹദീസ് ഓർമ്മ വന്നാൽ മതി. ദുനിയാവിനോട് യാത്ര ചോദിക്കുകയാണ്. ഗുഡ് ബൈ, ഇനി ഞാൻ ആഖിറത്തിലേക്ക് പോവാണ്. ഇതൊരു റിയാലിറ്റിയാണ്. പേടിയുണ്ടോ പറയുമ്പോൾ? പേടി വരുന്നുണ്ടോ? പേടി കുറച്ചൊക്കെ പേടി വേണം. സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ നരകമെന്ന് പറയാൻ പാടില്ല. ഇവിടെ കുട്ടിക്ക് പേടി വന്നാൽ പിറ്റേന്ന് കംപ്ലൈൻറ്റ് വരും, എൻ്റെ കുട്ടി ഇന്നലെ ഉറങ്ങിയില്ല, ക്ലാസ്സിൽ നരകമെന്ന് പറഞ്ഞ് കുട്ടി ശൈത്താന്ന് പറഞ്ഞു, കുട്ടിക്ക് ബാത്റൂം പോകാൻ പേടിയായി എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കഥ ഉണ്ടാക്കി പറയും. ഭയങ്കര ഇഷ്യൂ ആകും. പക്ഷെ അതൊക്കെ പറയേണ്ട പ്രായമാകുമ്പോൾ പറഞ്ഞു കൊടുക്കണം. അതൊക്കെ ഇവർ ഹൊറർ ഫിലിമൊക്കെ കാണില്ലേ കുട്ടികൾ, അങ്ങനത്തെ വെടി വെച്ച് കൊന്ന് പീസാക്കണ ഗെയിം കളിക്കണില്ല. ഒരു പേടിയില്ല. നാളെ നരകണ്ടെന്ന് പറഞ്ഞാൽ പേടിച്ചു. ഒന്നും ഉറക്കല്ല, പിറ്റേന്ന് സ്കൂൾക്ക് വരില്ല. ടീച്ചർ പറഞ്ഞ് പേടിപ്പിച്ചു. അതാണ് കാലഘട്ടം. യുഹദ്ദിറുക്കുമുല്ലാഹു നഫ്സ. അള്ളാഹുവിൻ്റെ നഫ്സ് പറഞ്ഞുകൊണ്ട് അള്ളാനെ തന്നെ നിങ്ങൾക്ക് പേടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ്. വെള്ളിയാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ തെറ്റ് കിട്ടുന്നൊരു കാര്യം എന്താണെന്നറിയോ? പള്ളിക്ക് വന്നിട്ട് ആൾക്കാരുടെ തോളിൽ ചവിട്ടിയിട്ട് ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് സ്ഥലം ഉണ്ടാക്കി മുമ്പ് പോയിരിക്കലാണ്. തഖത്തുർ റിഖാബ്, ശാപം വരെ വരുമെന്നാണ് നബി തങ്ങൾ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ച ദിവസം ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുമ്പിൽ സ്പേസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നടക്കാം, കുഴപ്പമില്ല. അല്ലാതെ വെറുതെ തിക്കിത്തിരക്കി അവിടെ ബാക്കിൽ വന്നിട്ട് മുമ്പിലേക്ക് വന്നിരിക്കുക. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല വരച്ച വരയാണ് പള്ളിയിലെ വരാന്ന. എങ്ങനെ? എൻ്റെ അടുത്ത് ആദ്യം വന്നവരെടുക്കട്ടെ, രണ്ടാമത് വന്നവരെടുക്കട്ടെ, അടുത്ത വന്നവരെടുക്കട്ടെ. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ജുമുഅക്ക് വേണ്ടി സമയവും സന്ദർഭമൊക്കെ ഉണ്ടായിട്ട് നേരത്തെ വന്നവരാരാണ്, വരാത്തവരാരാണ്. ആ ഗ്യാപ്പ് കയറി ഇരുന്നിട്ടൊന്നും കാര്യമില്ല. ആ വര റബ്ബ് വരച്ചു കഴിഞ്ഞത് ആദ്യം വരുന്നവർക്ക് വന്നിരിക്കാനാണ്. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ തൊട്ട് മുമ്പിൽ ആൾക്കാർ കയറിയിരിക്കണം. കാരണം അത് അള്ളാഹുവിന്റെ ഒരു സിസ്റ്റത്തെ കൊഞ്ഞനം കാണിക്കലാണ്. ഞാൻ ജയിച്ചിട്ടുണ്ട് കേട്ടോ, എങ്ങനെ 10 മാർക്ക് ഇപ്പുറത്ത് പൂജിട്ടിട്ട് 100 കൊടുക്കുക, ഞാൻ ജയിച്ചിട്ടുണ്ടല്ലോ, എങ്ങനെയുണ്ട്? അത് അള്ളാഹു വരച്ച വരയാണെന്ന് മനസ്സിലാക്കണം. പള്ളിയിലെ സ്വഫിന്റെ വര, മെഹ്റാബിന്റെ മുമ്പിൽ ഖുതുബക്ക് മിമ്പറിയുടെ മുമ്പിൽ കിടക്കുന്ന വര അള്ളാഹു നിശ്ചയിച്ച അള്ളാഹുവിന്റെ ബൗണ്ടറിയാണ്. ഇവിടെ വരേണ്ടവരാര്, ഇവിടെ ഇരിക്കേണ്ടവരാര്, ഇവിടെ ഇരിക്കേണ്ടവർ അള്ളാഹുവിനറിയാം. ആ ആദ്യം വരുന്നതിനനുസരിച്ച് അവർക്ക് കൂലി വർദ്ധിച്ചുകൊണ്ടിരിക്കും.